വിദ്യാർത്ഥികൾ പഠനത്തിൽ മാത്രം ഒതുങ്ങാതെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കാളികളായി സ്വന്തം വ്യക്തിത്വം രൂപപ്പെടുത്തണമെന്ന് അഡ്വക്കേറ്റ് മാത്യു കൊള്ളുനാടൻ MLA പറഞ്ഞു. സ്മാർട്ട് പദ്ധതിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനം യമുന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കേപ്പ് വെറുതെ പുരസ്കാര ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിത വിജയം നേടാൻ IQ എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് സാധിക്കില്ല. ഇന്റലക്ച്വൽ കോഷ്യന്റ് എന്ന് പറയുന്ന ബൗദ്ധികമായിട്ടുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അത് നേടുന്നതിനോടൊപ്പം തന്നെ EQ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ഉണ്ട്. ഇമോഷണൽ കോഷ്യന്റ് എന്നാണ് പറയുക. അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെ ഫേസ് ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുക. ഒരുപക്ഷെ നിങ്ങൾ പരിമിതമായ പ്രതിസന്ധികളുടെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. ജീവിതത്തിൽ ചെറുതും വലുതുമായ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. ആ പരാജയങ്ങളിൽ തളരാതെ, പ്രതിസന്ധികളിൽ ഉഴയാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ആർജിക്കേണ്ടതാണ് ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറയുന്നത്. സമൂഹത്തോടുള്ള ഉത്തരവാദിത്ത ബോധവും സഹജീവികളോടുള്ള കരുതലും സാമൂഹിക പ്രതിബദ്ധതയും ഓരോ വിദ്യാർത്ഥിയും വളർത്തിയെടുക്കേണ്ട മൂല്യങ്ങളാണ്. സാമൂഹിക ബോധമില്ലെങ്കിൽ നിങ്ങൾ എത്ര A+ വാങ്ങിയിട്ടും കാര്യമില്ല. പഠന മികവിനൊപ്പം നല്ല മനുഷ്യരായി വളരുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്നും മാത്യു കൊള്ളുനാടൻ MLA പറഞ്ഞു. സ്മാർട്ട് പദ്ധതിയുടെ നേതൃത്വത്തിൽ മികച്ച ക്ലബ്ബുകളെയും പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ NCC NSS വിദ്യാർത്ഥികൾക്കും ആദരവ് നൽകുന്നതാണ് കേപ്പ് വെറുതെ 2026. സ്മാർട്ട് പദ്ധതി ചെയർമാൻ ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു. AVA ഗ്രൂപ്പ് ചെയർമാനും സിനിമാ നിർമ്മാതാവുമായ AV അനൂപ് മുഖ്യ അതിഥിയായി. ദഹാലിയ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ K അബ്ദുള്ള ഹംസ, ഇന്റർനാഷണൽ മൈൻഡ് ട്രെയിനറും കോച്ചുമായ മുഹമ്മദ് ഷാജി, ഓൾ കേരള ടെന്നീസ് അസോസിയേഷൻ സെക്രട്ടറി MH മുഹമ്മദ് ബഷീർ, MA ബാബു ഗൾഫ് പാർക്ക്, സയൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫൗണ്ടർ രിതി മേച്ചേരി, P ജയചന്ദ്രൻ ഫൗണ്ടേഷൻ ചെയർമാൻ മധു ശക്തിധരൻ, പാരഡൈസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ മാനേജിംഗ് പാർട്ണർ TA ലാഹിർ, മഹാദേവ ക്രിയേഷൻസ് MD പ്രണവ് തലാശ്ശേരി, ഹ്യൂമാനിറ്റീസ് കഴിമ്പറം സ്കൂൾ ടോപ്പർ ആദിലക്ഷ്മി, CC ബാബുരാജ്, സുനിൽ P മേനോൻ, ഷൈൻ, ശശി മതിലകം, സജീവൻ എടവിലങ്ങ്, KA അഫ്സൽ എന്നിവർ സംസാരിച്ചു.